വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ പപ്പിയാണെങ്കിൽ ശാരദാമ്മയോട് തൻ്റെ മനസ്സിലുള്ള ആ സംശയങ്ങൾ മുഴുവൻ ചോദിക്കുകയാണ്. ശാരദാമ്മയെ വിഷ്ണു അച്ഛനും ചേച്ചിയമ്മയല്ലേ, അപ്പോൾ എൻ്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും, അപ്പോൾ ഇനി മുതൽ ഞാൻ അച്ഛ അമ്മ എന്നൊക്കെ വിളിക്കേണ്ടത് അവരെയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ആ കുഞ്ഞിൻ്റെ ആ മനസ്സിലെ സംശയങ്ങളൊക്കെ കേട്ട് ശാരദാമ്മയ്ക്ക് എന്തുത്തരം പറയണമെന്നറിയാതെ ഇരിക്കുന്നുണ്ട്. ശാരദാമ്മ ഇങ്ങനെ ചിരിച്ച് കുഞ്ഞിനെ നോക്കിയിരിക്കുന്നേ ഉള്ളൂ. അന്നേരം ആ ഒരു മറുപടി എന്തു പറയുന്നുള്ളതാണ്. മിക്കവാറും ശാരദാമ്മ അങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ രോഹിത്തിനെ ശ്യാമയല്ലേ ഇതുവരെ ആച്ചാന്നും അമ്മ എന്നും ഒക്കെ വിളിച്ചിരുന്നത്, പക്ഷേ ഇനിയൊരു മാറ്റി വിളിക്കുമ്പോൾ അവർക്ക് എന്തുമാത്രം വിഷമമുണ്ടാകും എന്നതിനെക്കുറിച്ച് ശാരദാമ്മ സംസാരിക്കുമോ എന്നുള്ളതാണ്. അതത്രേ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം അവിടെ മാണിക്കോത്ത് മഹേന്ദ്രൻ്റെ വീട്ടിലാണ് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് മുന്നിലിരിക്കുകയാണ്. ശിവനും പിന്നെ മഹേന്ദ്രനും ഇരിക്കുന്നുണ്ട്. എൽസമ്മയും എൽസമ്മയല്ല നിർമ്മലയും സാമിയൊക്കെ ഉണ്ട്. ചന്ദ്രയെ കാണിക്കുന്നില്ല. അന്നേരം ആ കളക്ടറുടെ ഒരു കോറയിൽ അതിനെക്കുറിച്ച് തന്നെയാണ് മഹേന്ദ്രൻ ആകെ ദേഷ്യത്തിലുമൊക്കെ ഇരിക്കുകയാണ്. ഭർത്താവ് ഒളിച്ചോടിപ്പോയ വിഷമത്തിലിരിക്കുന്ന കളക്ടറെ നമുക്കൊന്ന് സഹായിക്കണ്ടേ, പിന്നെ അറിഞ്ഞു തന്നെ ഒരു സഹായം അങ്ങോട്ട് ചെയ്യണം, അവളുടെ ജീവൻ എടുത്തുകൊണ്ട് തന്നെ അവളെ ഒന്ന് സഹായിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശിവനിങ്ങനെ ആകെ അന്തം വിട്ട് മഹേന്ദ്രനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. സ്വാമിയും ഒന്ന് ഇതാവുകയാണ്. അതായത് കളക്ടറെയൊക്കെ ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ അത് അതിൻ്റേതായതുണ്ടല്ലോ. പക്ഷെ മഹേന്ദ്രൻ വലിയ വിവരം ലാഘവത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. ഇനി അവൾ ഈ ഭൂമിയിൽ വേണ്ട എന്നിങ്ങനെ പറയുമ്പോഴും ശിവനിങ്ങനെ ആകെ ഷോക്കായിട്ട് മഹേന്ദ്രനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അന്നേരം അവിടെയും ഭക്ഷണം കഴിക്കാനൊക്കെ ശിവൻ ഇരിക്കുന്നു എന്നുണ്ടെങ്കിലും ശിവനെ അത്രത്തോളം ഒരു അടുപ്പം പോലും ഈ ഒരു കുടുംബത്തോടെന്ന പോലും ശിവൻ കാണിക്കുന്നില്ല. ശിവൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്തകൾ ഇങ്ങനെ ഓടുകയാണ്. ഇത്രയുമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ശിവൻ അവിടെ മനസ്സിലാകും തൻ്റെ അച്ഛനാണെങ്കിൽ ശാലിനിയെ ഇല്ലാതാക്കാനായിട്ട് ആളിനെ അയക്കുമെന്നുള്ളത്. അതനുസരിച്ചാണ് ശിവൻ എല്ലാവരെയൊക്കെ കൂട്ടിയ പാറക്കോറയിലെ മൂന്നാമൂട് പാറക്കോറയിലേക്ക് പോകുന്നതും ശാലിനി വരുമ്പോൾ അവിടെ കാണുന്നതും ഒക്കെ. അവിടെ വെച്ചാണ് ആ ഒരു സീൻ ഉണ്ടാകുന്നത്. ശാലിനിക്ക് നേരെ ആ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ശിവനാണ് ശാലിനി അവിടെ രക്ഷിക്കുന്നതൊക്കെ. പക്ഷെ അപ്പോൾ ശിവൻ്റെ ആ ഒരു ഇത് എന്താണെന്നുള്ളത് ശാലിനിക്ക് മനസ്സിലാവുമായിരിക്കും. ആദ്യം തൊട്ടേ ശിവനെ കാണിക്കുമ്പോഴും ശിവനെ ഇങ്ങനെ കാണുമ്പോൾ വിഷ്ണുവിൻ്റെ ആ രൂപമാണ് ശാലിനിക്ക് തന്നെ ഓർമ്മ വരുന്നത്. പക്ഷെ അന്ന് ഇങ്ങനെ ഓപ്പറേഷനൊന്നും സംഭവിച്ചില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ശിവനിലും കൂടി ഒരു മാറ്റം വിഷ്ണുവിൻ്റെതായ ചെറിയതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ വെറിയ കഥകളിലുണ്ടാകുന്ന ചെറിയത് മാത്രമാണ്. വിഷ്ണുവിൻ്റെ തിരിച്ചുവരവോടുകൂടി ഇതൊക്കെ മാറുകയാണ് ചെയ്യുന്നത്. അതെന്താവും എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.